ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. ദിസ് ഈസ് ദ ബ്ലഡ് ഓഫ് ദ ന്യൂ കവനന്റ്. പുതിയ ഉടമ്പടിയുടെ രക്തമാണ് എന്ന് പറഞ്ഞാൽ എന്താ? പഴയ ഉടമ്പടി മോശയുടെ നേതൃത്വത്തിൽ സീനായി മലയുടെ അടിവാരത്തിലെത്തിയ ജനത ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞങ്ങള് നീ പറയുന്ന എല്ലാം അനുസരിച്ചോളാം, നീ പറഞ്ഞ വചനങ്ങളെല്ലാം 613 നിയമങ്ങൾ ഞങ്ങൾ പാലിച്ചോളാം. അപ്പൊ മോശ കാളക്കിടാവിന്റെ രക്തം എടുത്ത് അവരുടെ മേൽ തളിച്ചിട്ട് പറഞ്ഞു, ഇത് ഉടമ്പടിയുടെ രക്തമാണ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങള് ദൈവം പറഞ്ഞെല്ലാം അനുസരിച്ചോളാം എന്നുള്ളതിന്റെ മുദ്രയാണ് നിങ്ങളുടെ തലയിൽ ഈ ബ്ലഡ് ഒഴിച്ചത്. ഈശോ പറയുകയാണ്, നിങ്ങൾ ഈ കുടിക്കുന്ന ഈ പാനപാത്രം പുതിയ ഉടമ്പടിയുടെ രക്തമാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞെല്ലാം നിങ്ങൾ അനുസരിച്ചോളാന്ന് നിങ്ങൾ വാക്ക് തരുന്നതിന്റെ അടയാളമാണ് ഈ രക്തം സ്വീകരിക്കും. കുർബാന സ്വീകരിച്ച അതിന്റെ അർത്ഥം എന്താ? ഈശോയെ, നീ പറഞ്ഞെല്ലാം ഞങ്ങൾ അനുസരിച്ചോളാം. കുർബാന സ്വീകരിച്ചിട്ട് സമരം ചെയ്യാൻ പോകാൻ പറ്റുമോ? പറ്റില്ല. കുർബാന സ്വീകരിച്ചെന്തരെ? കുർബാനയ്ക്ക് വേണ്ടി വഴക്കിടാൻ പറ്റുമോ? കുർബാന സ്വീകരിക്കാന്ന് പറഞ്ഞാൽ ഇതാണ്, ഞങ്ങൾ നീ പറയുന്ന എല്ലാം കേട്ടോളാം. പുതിയ ഉടമ്പടിയുടെ രക്തം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതാ, നീ പറഞ്ഞ എല്ലാം ഞങ്ങൾ അനുസരിച്ചോളാം. അപ്പോ പഴയ ഉടമ്പടി സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് മുദ്ര ചെയ്യപ്പെട്ടത് കാളക്കുട്ടിയുടെ രക്തം കൊണ്ടാണ്. പുതിയ ഉടമ്പടി സിയോൻ മലയുടെ അടിവാരത്തിൽ വെച്ച് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ടു.